നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്രണവ്, എന്തായി? എല്ലാം ഓക്കെ അല്ലേ? എന്തായി ജ്യോതി? എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നടക്കുന്നില്ലേ? എല്ലാം കൃത്യമായിട്ട് നടന്നിട്ടുണ്ട്. ഒരു പ്രോബ്ലം ഇല്ല വസുന്ധരെ. ഇവരുടെ കൂടെ വന്നു ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. നിധി, താൻ എന്തേ ആലോചിക്കുന്നേ? അവർ ഓഫീസിനകത്തുണ്ടായിരുന്നു, ഞാൻ കണ്ടു. അല്ല, ആരാ കൂടെ വന്ന ലേഡി? അവരെനിക്കറിയാം ഗൗതം. ഒരു ദിവസം ഞാനും ആ സ്ത്രീയും തമ്മിൽ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. ഇഷ്യൂ? അതെന്താ? ഞാൻ സ്കൂട്ടറിൽ വരുമ്പോ അവര് കുറെ ഫുഡ് വേസ്റ്റ് കാറിലിരുന്ന് എന്റെ ദേഹത്തേക്ക് വലിച്ചെറിഞ്ഞു. ഞാനത് തിരികെ അവരുടെ കാറിൽ തന്നെ കൊണ്ടിട്ട് കൊടുത്തു. പോരാത്തതിന് അവരെ ഒന്ന് തല്ലേണ്ടി വന്നു. പക്ഷേ ആ സ്ത്രീയും വസുന്ധരാന്റിയും തമ്മിൽ എന്താ ബന്ധമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശിവാനിയും പ്രണവനെയും കൊണ്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങി വന്നത് ആ ലേഡിയാണ്. ഇതിലെന്തൊക്കെയോ ഒരുങ്ങി മറിയുന്നുണ്ടല്ലോ നിധി. ഒരുപക്ഷെ കല്യാണം നടത്തുന്നതിന് വേണ്ടി അമ്മ കൂട്ടുപിടിച്ചിരിക്കുന്നത് ഈ സ്ത്രീയെ ആയിരിക്കണം. അവര് പോന്നു. നോ ഗൗതം, വേണ്ട വേണ്ട. ഇവിടെ വെച്ചൊരു പ്രശ്നം ഉണ്ടാക്കണ്ട. പ്രണവിനെ കൊണ്ടുപോകുന്നത് ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. പിന്നെന്ത് ചെയ്യും? നമുക്കവരെ ഫോളോ ചെയ്യാം. പ്രണവും ശിവാനി എവിടെയാണ് ഒളിവിൽ കഴിയുന്നതെന്ന് കണ്ടുപിടിക്കണം നമുക്ക്. വണ്ടി എടുക്ക. ഗൗതം, ആന്റിയുടെ കാറ് തൊട്ട് മുമ്പിലുണ്ട്. വിട്ടുകളയരുത് അവരെ. ഗൗതം, എനിക്ക് തോന്നുന്നത് വസുന്ധരാന്റി പ്രണവിനെയും ശിവാനിയും അവരുടെ കൂടെ കണ്ട ആ സ്ത്രീയുടെ വീട്ടിലായിരിക്കും താമസിപ്പിച്ചതെന്നാ. പക്ഷെ അമ്മയുടെ ഫ്രണ്ട് സർക്കിളില് ഇങ്ങനൊരു സ്ത്രീയെ ഞാനിതുവരെ കണ്ടിട്ടില്ല. അമ്മയുടെ ഭാഗത്തുനിന്നും ഇങ്ങനൊരു പ്രവൃത്തി ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. സ്വന്തം കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കാതെ ശിവാനിയെ സപ്പോർട്ട് ചെയ്യാൻ പോയിരിക്കുന്നു. ഇപ്പൊ എന്റെ സർവ്വ വിശ്വാസവും പൂർണ്ണമായിട്ട് നശിച്ചു.
എന്നെ ഒഴിവാക്കിയെടുക്കാൻ വേണ്ടി ആന്റി എന്തും ചെയ്യും ഗൗതം. അതെനിക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. ഏ? പ്രണവിനെ ഇനി എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും നമുക്ക് അവനെ കണ്ടുപിടിക്കണം. അയ്യോ ഗൗതം, നമുക്ക് കാറ് മിസ്സായല്ലോ. ഒന്ന് വേഗം പോ. കാണുന്നില്ലല്ലോ. ഇനിയിപ്പം ഇടയ്ക്കെങ്ങാനും തിരിഞ്ഞു പോയി കാണുമോ? അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ശ്ശേ. മിസ്സായാലും ഇനിയിപ്പോ എന്ത് ചെയ്യും? വസുന്ധരാന്റിയാ വിളിക്കുന്നത്. എടുക്ക്, സ്പീക്കറിലിട്. ഹലോ. എന്താ നിധിമോളെ പരിപാടി? എന്നെ ഫോളോ ചെയ്യായിരുന്നോ? നീയും എന്റെ മോനും എന്റെ പുറകെ ഉണ്ടെന്ന് ഞാൻ ആദ്യമേ തന്നെ അറിഞ്ഞതാണ്. കുറച്ചുനേരം ഈ സിറ്റിയൊക്കെ ഒന്ന് കണ്ട് ഒന്ന് എൻജോയ് ചെയ്യട്ടെ എന്ന് കരുതി ഒന്ന് ഓടിച്ചതല്ലേ ഞാൻ. ഹാ, എന്നാലും നിനക്ക് എന്റെ വക ഒരു സ്പെഷ്യൽ അപ്രീസിയേഷൻ ഉണ്ട് നിധി. ഞാൻ പോകുന്നത് രജിസ്ട്രാർ ഓഫീസിലേക്കാണെന്ന് നീ അങ്ങ് ഊഹിച്ചെടുത്ത് കളഞ്ഞല്ലോ. എക്സലന്റ്. പക്ഷേ എന്നെപ്പോലെ ഒരാളെ ഫോളോ ചെയ്ത് കണ്ടുപിടിച്ചു കളയാമെന്ന് നീ ചിന്തിക്കുന്നിടത്താണ് നീ ബിലോ ആവറേജ് ആയി പോകുന്നത്. നോക്കുമോളെ, നീ ഇനി ഉറക്കൊഴിഞ്ഞ് തലകുത്തി മറിഞ്ഞാലും ഞാൻ പോകുന്ന വഴിയോ പ്രണവ് എവിടെ ഉണ്ടെന്നോ കണ്ടുപിടിക്കാൻ പോകുന്നില്ല. ദേ, വെറുതെ എന്റെ പുറകെ ഇങ്ങനെ അലഞ്ഞു തിരിയുന്നത് നിർത്തിയിട്ടെ വീട്ടിലേക്ക് പോവാൻ നോക്ക്. ഈശ്വരമംഗലത്തേക്ക്. അവിടെ ചെന്നിട്ട് നാളെ വിവാഹം കഴിഞ്ഞ് ശിവാനിയും പ്രണവും അവിടേക്ക് വന്നു കയറുമ്പോ അവരെ സ്വീകരിച്ച ആരതി ഒഴിഞ്ഞ് ഗൃഹപ്രവേശ ചടങ്ങുകളൊക്കെ നടത്താനുള്ള ഏർപ്പാടുകൾ ചെയ്യ്. ആന്റി നോക്ക്, ആന്റി ഈ ചെയ്യുന്നത് ചതിയാ. എത്രയും വേഗം പ്രണവിനെ വീട്ടിലോട്ട് പറഞ്ഞു വിട്. അയ്യോ, ദേ പ്രണവിനെ തനിച്ചല്ല, ശിവാനിയും കൂടെ പറഞ്ഞു വിടാം. വിവാഹം കഴിഞ്ഞിട്ട്. അത് പോരെ നിധിമോളെ?